ഹലോ ഫ്രണ്ട്സ്, പത്രമാറ്റിന്റെ വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിന്റെ റിവ്യൂലേക്ക് എല്ലാവർക്കും സ്വാഗതം. തന്റെ ജീവിതം തകർത്തതിന് നന്ദുവിനോടും നയനയോടും പക വീട്ടാൻ നവ്യ നടത്തുന്ന നീക്കങ്ങൾ അനന്തപുരി തറവാട്ടിൽ വലിയ കലഹങ്ങൾക്കാണ് വഴിയൊരുക്കുന്നത്. ഇതിനിടെ നവീനുമായിട്ടുള്ള വിവാഹം മുടങ്ങിയ നന്ദുവിനെ അപ്രതീക്ഷിതമായി അനി വിവാഹം കഴിക്കുകയും ഏറ്റവും ഒടുവിൽ ഗർഭിണിയായ നയനയുടെ കുഞ്ഞിനെ നശിപ്പിക്കാൻ നവ്യ ശ്രമിക്കുമ്പോൾ മുത്തശ്ശന്റെ വെളിപ്പെടുത്തലിലൂടെ നടക്കുന്ന സത്യങ്ങളെല്ലാം നവ്യ തിരിച്ചറിയുകയാണ്. നവ്യയുടെ ജീവിതം രക്ഷിക്കാൻ നയന ചെയ്ത ത്യാഗത്തിന്റെ ആഴം മനസ്സിലാക്കുന്ന നവ്യ ഒടുവിൽ തന്റെ ഭർത്താവിനോട് പ്രതികാരം ചെയ്യാൻ ഒരുങ്ങുന്ന ഭാഗങ്ങളൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ പറയാൻ പോകുന്നത്. അപ്പോൾ പത്രമാറ്റ് സീരിയൽ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്കും ഹൈപ്പും ചെയ്ത് കാണാൻ ശ്രമിക്കണേ. അങ്ങനെ നമ്മുടെ നവ്യ ദേഷ്യത്തോടെ ജലജയോട് പറയുകയാണ്, എന്റെയും അബിയുടെയും ജീവിതം തകർത്തത് ആ നന്ദുവാണമ്മേ. അവളെ സഹോദരിയായി എനിക്കിനി കാണാനാവില്ല. എങ്കിലും ഞാൻ പ്രതികാരം ചെയ്തിരിക്കും. അവളിനി അനിയുടെ ഭാര്യയായി ഈ വീട്ടിലേക്ക് കയറാൻ നിൽക്കുകയാണെങ്കിൽ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ അതിന് സമ്മതിക്കില്ല അമ്മേ. ഇത് കേൾക്കുന്നതും ജലജയ്ക്ക് സന്തോഷമാവുന്നുണ്ട്. നന്ദുവിനോട് മാത്രമല്ല പ്രതികാരം ചെയ്യേണ്ടത്, നയനയും നിന്റെ ശത്രുപക്ഷത്തല്ലേ എന്ന് ജലജ ചോദിച്ചപ്പോൾ അതെ, അവൾക്കിട്ട് നല്ലൊരു പണി കൊടുക്കാൻ തന്നെയാണ് എന്റെ തീരുമാനമെന്ന് നവ്യ ഉറപ്പിച്ച് പറയുന്നുണ്ടായിരുന്നു. പിന്നീട് ഈ നവ്യ ഉണ്ടല്ലോ, സുഖമില്ലാത്ത അനഘയെ കൂട്ടിക്കൊണ്ട് അനന്തപുരിയിലേക്ക് വരുന്നു. അനഘ ആദർശിന്റെ കുഞ്ഞിന്റെ അമ്മയാണ്, അതുകൊണ്ട് ഇവളിനി ഇവിടെയാണ് കഴിയേണ്ടതെന്ന് പറഞ്ഞിട്ട് ഇത് കണ്ട് ഓടി വന്ന ദേവയാനി ദേഷ്യപ്പെടുന്നുണ്ട് നവ്യയോട്. നീ എന്താണ് നവ്യ കാണിക്കുന്നത്? വയ്യാതെ കിടക്കുന്ന അനഘയെ നീ എന്തിനാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത്? അപ്പോൾ നവ്യ തിരിച്ചു പറയുകയാണ്, എന്റെ അനിയത്തിയായ നയനയ്ക്ക് ഒരു പണി കൊടുക്കാനാണിത്. എന്റെ ജീവിതം തകർത്തിട്ട് നയന മാത്രം ഇവിടെ സന്തോഷത്തോടെ ജീവിക്കേണ്ട. ആദർശേട്ടന്റെ കുഞ്ഞിന്റെ അമ്മയാണ് അനഘ. ഇവൾക്ക് ഈ വീട്ടിൽ അവകാശമുണ്ട്. നയനയുടെയും ആദർശേട്ടന്റെയും കൺമുന്നിൽ തന്നെയാണ് ഇവിടെ താമസിക്കേണ്ടത്. നയനയുടെ സന്തോഷം ഇല്ലാതാവണം, അതാണ് എന്റെ ലക്ഷ്യം. എന്നിട്ട് എല്ലാവരുടെയും വാക്കുകളെ അവഗണിച്ചുകൊണ്ട് അനഘയെ അകത്തേക്ക് കൊണ്ടുപോയി കിടത്തിയ ശേഷം നവ്യ അനഘയോടായിട്ട് പറയുകയാണ്, അനഘെ, നീ ഇവിടെ ഉണ്ടെങ്കിൽ ആദർശേട്ടന് നയനെ സ്നേഹിക്കാൻ കഴിയുമോ? ഒരിക്കലുമില്ല. അത് കണ്ട് നമുക്ക് സന്തോഷിക്കണമടി. നവ്യയുടെ ഈ പ്രതികാരമെല്ലാം കാണുമ്പോൾ നയനയ്ക്കും ദേവയാനിക്കും ശരിക്കും നവ്യയോട് സഹതാപമാണ് തോന്നുന്നത്. നയന ദേവയാനിയോട് പറയുന്നുണ്ട്, സ്വന്തം ഭർത്താവിന്റെ കാമുകിയാണ് ചേച്ചി ഇപ്പോൾ വീട്ടിലേക്ക് വിളിച്ചു കയറ്റിയിരിക്കുന്നത്. എന്റെ ജീവിതം തകർക്കാൻ ശ്രമിക്കുമ്പോൾ ചേച്ചിയുടെ സ്വന്തം ജീവിതമാണ് ഇല്ലാതാകുന്നത്. അത് ചേച്ചി അറിയുന്നില്ലല്ലോ. നമുക്ക് എങ്ങനെയാണ് അമ്മേ ചേച്ചിയെ പറഞ്ഞ് മനസ്സിലാക്കാൻ ഇനി കഴിയുക? ഇതിനൊരു അവസാനം ഉണ്ടാവില്ലേ? ദേവയാനി പറയുന്നത്, ഇതിനൊരു അവസാനം ഉണ്ടാവണമെങ്കിൽ സത്യങ്ങളെല്ലാം നവ്യ അറിഞ്ഞേ പറ്റും. ഇനി അത് മറച്ചു വെക്കുന്നതിൽ അർത്ഥമില്ലായിരുന്നു. നയനയ്ക്ക് അപ്പോഴും തൽക്കാലം ഇത് ചേച്ചിയോട് പറയണ്ട എന്ന് തന്നെയാണ്. സമയം വരുമ്പോൾ മാത്രം അറിഞ്ഞാൽ മതി, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ചേച്ചിയെ തന്നെ എന്നേക്കുമായി നഷ്ടപ്പെടും എന്നിങ്ങനെ നവ്യയെക്കുറിച്ചുള്ള സ്നേഹം മറച്ചു വെക്കാതെ തന്നെ നയന പറയുകയാണ് ദേവയാനിയോട്. വീട്ടിലേക്ക് വന്ന അഭിയാകട്ടെ അനഘയെ കിടക്കയിൽ കണ്ടതോടെ നിയന്ത്രണം വിട്ട് ദേഷ്യപ്പെടുന്നു. ഇവളെ ആരാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത്? നവ്യെ? ആദർശേട്ടനാണോ ഇത് ചെയ്തത്? അഭിയുടെ ഈ ദേഷ്യം കണ്ടിട്ട് നവ്യ ചോദിക്കുന്നുണ്ട്, അതിന് നീ എന്തിനാ ഇത്ര വയലന്റ് ആകുന്നത് അഭി? ഇവളെ ഇപ്പോൾ തന്നെ തിരികെ കൊണ്ടുപോകണം. എനിക്ക് ഇവളെ കാണുന്നത് ഇഷ്ടമേ അല്ലെന്ന് പറഞ്ഞ് അഭി ബഹളം വയ്ക്കുകയാണ്. അതേസമയം നവ്യ അഭിയെ പരിഹസിക്കുന്നുണ്ട്, അതിനെന്തിനാണ് അഭി നീ പ്രശ്നം ഉണ്ടാക്കുന്നത്? ഇവള് നിന്റെ കാമുകിയല്ലല്ലോ, ആദർശേട്ടന്റെ കാമുകിയാണ്. നയനയും അയാളും അങ്ങനെ സന്തോഷിച്ച് ജീവിക്കേണ്ടത് കരുതിക്കൊണ്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്തത്. നവ്യയുടെ വാക്കുകൾ കേട്ട് അഭി ആകെ സമനില തെറ്റി നിന്നു. മനസ്സിൽ പറയുന്നുണ്ട്, ഇങ്ങോട്ട് വരണ്ടായിരുന്നു. ഇതിലും പേതാ ജയിലിൽ തന്നെ കഴിയുന്നതായിരുന്നു. ഇനി ഇവളുടെ മുഖം കാണേണ്ടി വരുമല്ലോ ഈശ്വര. സത്യങ്ങളൊക്കെ അറിഞ്ഞാൽ ഇവളും നയനയും കൂടെ എന്റെ കഥ ഇവിടെ വെച്ച് അവസാനിപ്പിക്കും. ജയിലിലും വീട്ടിലും എനിക്കിപ്പോ രക്ഷയില്ലല്ലോ. ജയിലിലെത്തിയ ഇവളുടെ അനിയത്തിയുടെ തല്ല് കൊള്ളേണ്ടിയും വരും. ഞാനിനി എന്താ ചെയ്യുക എന്നൊക്കെ ആദിയോടെ മനസ്സിൽ പറയുകയാണ് അഭി. ഇതേസമയം നന്ദുവിനെ വിവാഹം ആലോചിച്ചുകൊണ്ട് നവീനും വീട്ടുകാരും കനകയുടെ വീട്ടിലെത്തുന്നു. നവീന്റെ അമ്മ നന്ദുവിന്റെ അഭിപ്രായം തേടിയപ്പോൾ നന്ദു ഞെട്ടലോടെ തന്നെയാണ് തിരിച്ച് പ്രതികരിക്കുന്നത്. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, നവീൻ എന്റെ ഒരു നല്ല സുഹൃത്ത് മാത്രമാണ്. നന്ദു അങ്ങനെ പറഞ്ഞിട്ടും നവീന്റെ അമ്മ നന്ദുവിന്റെ ഈ മടി SI ആയതിനാലാണെന്ന് വ്യാഖ്യാനിക്കുന്നു. കനക ഉടൻ തന്നെ ഈ ബന്ധത്തിന് 100 വട്ടം സമ്മതം നൽകി. സച്ചി എന്നയാള് മകളുടെ വിവാഹം മുടങ്ങാൻ സാധ്യതയുണ്ടെന്നും അതിനാൽ വിവാഹം എത്രയും പെട്ടെന്ന് നടത്തണമെന്നും കനക ആവശ്യപ്പെടുകയാണ്. അങ്ങനെ എൻഗേജ്മെന്റ് ഇല്ലാതെ തന്നെ നവീന്റെയും നന്ദുവിന്റെയും വിവാഹം വീട്ടുകാർ ഉറപ്പിക്കുകയാണ്. വിവരമറിഞ്ഞ അനിയും ശരിക്കും ഞെട്ടുകയാണ്. ജാനകി അനിയെ സമാധാനിപ്പിക്കുന്നുണ്ട്. അവള് പോയത് ഭാഗ്യമായെന്ന് കരുതിയാൽ മതി. UK നിന്ന് വരുന്ന നിനക്ക് ചേർന്ന പെൺകുട്ടിയുമായി നന്ദുവിന്റെ വിവാഹത്തിന് മുമ്പ് നിന്റെ കല്യാണം ഞാൻ നടത്തി തരാൻ മോനെ. എന്നാൽ ഇത് കേൾക്കുന്ന അനി ദേഷ്യപ്പെടുകയാണ് ജാനകിയോട്. എനിക്കിപ്പോ ഒരു കല്യാണവും വേണ്ട, നന്ദുവിന്റെ വിവാഹം കഴിഞ്ഞിട്ട് മതി എനിക്ക് പെണ്ണ് ആലോചിക്കുന്നത് എന്ന് തന്നെ പറയുകയാണ് അനി. കാര്യങ്ങളെല്ലാം പറഞ്ഞ നവ്യയും നന്ദുവിനെതിരെ ജാനകിയുടെ അടുത്ത് കുറ്റം പറഞ്ഞു. അവളുടെ സ്വഭാവം ഒട്ടും ശരിയല്ല, അവൾ ഈ തറവാട്ടിലേക്കേ കയറാൻ പാടില്ല. അതിനെ പിന്തുണച്ചുകൊണ്ട് ജാനകിയും പറയുകയാണ്, അതെ, ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ നന്ദുവിനെയും വീട്ടിൽ കയറ്റില്ലായിരുന്നു. നന്ദുവിന്റെ വിവാഹത്തിനായി വലിയൊരു നെക്ലേസ് തന്നെ വാങ്ങിയ ജാനകി ജയനോടായിട്ട് പറയുന്നുണ്ട്, അവൾ എൻ്റെ മകന്റെ തലയിൽ നിന്ന് ഒഴിഞ്ഞു പോവുകയല്ലേ നാളെ, അതിന്റെ സന്തോഷത്തിലാണ് ഇത് വാങ്ങിയതെന്ന്. ജയന് നല്ല ദേഷ്യം വരുന്നുണ്ട്. നീ ചെയ്യുന്നത് സ്വന്തം മോനോട് ചെയ്യുന്ന ക്രൂരതയാണ് ജാനകി. നന്ദുവായിരുന്നു അവന് ചേർന്ന പെണ്ണ്. ആ നല്ല അവസരമാണ് നീ തള്ളിക്കളഞ്ഞത്. നീ തന്നെ സ്വർണം കൊണ്ടുപോയി കൊടുക്ക്, ഞാൻ അങ്ങോട്ട് വരുന്നില്ലെന്ന് പറയുകയാണ് ജയൻ. അതേസമയം നന്ദുവിന്റെ വിവാഹം ഉറപ്പിച്ചു തറിഞ്ഞ അനാമികയും വിദ്വേഷത്തോടെ തകർന്നു നിന്നു. അവൾക്ക് നല്ല ബന്ധങ്ങൾ കിട്ടാൻ പാടില്ല.
സച്ചിയെപ്പോലുള്ള ഫ്രോഡുകളാണ് അവൾക്ക് ചേരുന്നത്. ഇങ്ങനെയെല്ലാം വേണുവിനോട് പറഞ്ഞതും നന്ദു നല്ല വീട്ടിലേക്ക് കയറി പകർത്തുന്ന വാശിയിൽ അനാമികയുടെ പ്രേരണയാൽ വേണു ഒരുക്കങ്ങൾ പൂർത്തിയാക്കി. മുഹൂർത്തത്തിന് തൊട്ടു മുമ്പ് എന്റെ ആളുകൾ വന്ന് നന്ദുവിനെ തട്ടിക്കൊണ്ടുപോകും. 2 വിവാഹം മുടങ്ങി അവളെ പിന്നെ ആരും സ്വീകരിക്കില്ല. ജാനകിയാണെങ്കിലും ഒരിക്കലും അതിന് സമ്മതിക്കില്ല. ഇങ്ങനെയൊക്കെയാണ് വേണുവും അനാമികയും മനക്കോട്ട കിട്ടുന്നത്. അങ്ങനെ കാര്യങ്ങൾ തീരുമാനിച്ച പോലെ തന്നെ നന്ദുവിന്റെയും നവീന്റെയും വിവാഹ ദിവസം മുഹൂർത്തത്തിന് തൊട്ടു മുമ്പ് വേണുവിന്റെ പദ്ധതിയെല്ലാം വേണു നടപ്പിലാക്കി. നന്ദുവിനെ കാണാതായതോടെ എല്ലാവരും അത് ഒളിച്ചോട്ടമാണെന്നാണ് കരുതുന്നത്. നവീന്റെ മാതാപിതാക്കളാണെങ്കിൽ ദേഷ്യപ്പെടുന്നു. നിങ്ങളുടെ മകൾ എവിടെ? ആരുടെ കൂടെയാണ് അവൾ ഒളിച്ചോടിപ്പോയത്? അവൾക്ക് പ്രണയം ഉണ്ടായിരുന്നെങ്കിൽ അത് നേരത്തെ തന്നെ പറഞ്ഞുകൂടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് കനകയും ഗോവിന്ദനെയും കുറ്റപ്പെടുത്തുകയാണ് അവർ. അതേസമയം കനക അറിയിക്കുന്നുണ്ട് അവൾ അനന്തപുരിയിലെ പയ്യനുമായിട്ട് പ്രണയത്തിലായിരുന്നു. അതവൾ മറന്നെന്നാണ് ഞങ്ങൾ വിചാരിച്ചതെന്ന്. ഏതായാലും വിവാഹ മുഹൂർത്തം കഴിഞ്ഞിട്ടും നന്ദുവിനെ കാണാതായതോടെ അത് ഒളിച്ചോട്ടമാണെന്ന് എല്ലാവരും വിശ്വസിക്കുകയാണ്. നവീൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് മാതാപിതാക്കളോടൊപ്പം മടങ്ങി. ഇനി എന്റെ വിവാഹം നടക്കില്ല, ഞാൻ ആഗ്രഹിച്ച പെൺകുട്ടിയെ എനിക്ക് കിട്ടിയില്ല എന്നുള്ള നിരാശയായിരുന്നു നവീന്. കല്യാണം മുടങ്ങിയതറിഞ്ഞ് വേണുവിന്റെ ആളുകൾ നന്ദുവിനെ വിട്ടയക്കുന്നു. തിരിച്ചെത്തിയ നന്ദു ആകട്ടെ താൻ ഒളിച്ചോടിയില്ലെന്നും ആരോ തന്നെ തട്ടിക്കൊണ്ടുപോയതാണെന്നും കനകയോട് പറഞ്ഞു. എന്നാൽ 2 തവണ വിവാഹം മുടങ്ങിയ മകളെ ഇനി ആരും സ്വീകരിക്കില്ലല്ലോ എന്ന് പറഞ്ഞ് കനക പൊട്ടിക്കരയുകയാണ്. അപ്പോഴാണ് അനിയുടെ അപ്രതീക്ഷിത പ്രഖ്യാപനം. ആര് വന്നില്ലെങ്കിലും ശരി, ഞാനുണ്ടാകും അവളെ സ്വീകരിക്കാൻ. അവൾ എന്റെ പെണ്ണാണ്. ഏതായാലും പിന്നീട് കനകയും ഗോവിന്ദനും ഒന്നും നന്ദുവിന്റെ അനിയുടെ വിവാഹത്തിന് എതിരെ നിൽക്കുന്നില്ല. അവരുടെ സമ്മതത്തോടു കൂടി തന്നെ അനി നന്ദുവിനെ വിവാഹം കഴിക്കുകയാണ്. വിവരമറിഞ്ഞ ജാനകി പിന്നെ കോപത്താൽ അലറി. നവ്യ ജാനകിയെ പ്രോത്സാഹിപ്പിച്ചു. അവളുടെ താലി പൊട്ടിച്ചെറിയണം, അവൾക്ക് ഈ തറവാട്ടിൽ കയറാൻ ഒരവകാശവും. അങ്ങനെ നന്ദുവിന്റെ കൈ പിടിച്ച് അനി തറവാട്ടിലേക്ക് വന്നപ്പോൾ ജാനകി തടയുകയാണ് അവരെ. ആ താലി പൊട്ടിച്ചിട്ട് കയറി വന്നാൽ മതിയെന്നും, അല്ലെങ്കിൽ നീ ഈ വീട്ടിൽ കയറണ്ടെന്നും ജാനകി പൊട്ടിത്തെറിച്ചുകൊണ്ട് പറഞ്ഞപ്പോൾ അനിയുടെ മറുപടി ഇങ്ങനെയായിരുന്നു: താലി പൊട്ടിച്ചെറിയാനല്ല ഞാൻ ഇവളെ കെട്ടിയത്, എന്നെ തിരിച്ചു വിളിക്കാതെ ഞാൻ ഈ പടി ചവിട്ടില്ല. ഇങ്ങനെ പ്രഖ്യാപിച്ചുകൊണ്ട് വാശിയോടെ തന്നെ അനി നന്ദുവിനെയും കൂട്ടി വാടക വീട്ടിലേക്ക് പോയി. മകന്റെ ഇറങ്ങിപ്പോക്ക് കണ്ട് ജാനകി തകർന്ന് കരഞ്ഞു. ഇതിനിടയിൽ ജലജ പലതവണ ശ്രമിക്കുന്നുണ്ട് നയനയുടെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഒരു തവണ പോലും പരിശ്രമം വിജയിച്ചില്ല. ഒടുവിൽ ജലജ നവ്യയോട് തന്നെ സഹായം തേടി. നിനക്ക് എന്നേക്കാൾ നല്ല ബുദ്ധിയുണ്ടല്ലോ, നീ തന്നെ വിചാരിക്കാൻ പറഞ്ഞിട്ട്. തുടർന്ന് ജലജയുടെ നിർബന്ധപ്രകാരം നയനയെ ലക്ഷ്യമിട്ട് നവ്യ ഒരു ക്രൂരമായ പദ്ധതി തന്നെ ആസൂത്രണം ചെയ്യുകയാണ്. നയന നടന്നു പോകുമ്പോൾ വഴുതി വീഴാനും അതുവഴി കുഞ്ഞിനെ ഇല്ലാതാക്കാനുമായി നവ്യ രഹസ്യമായി തറയിൽ എണ്ണയൊഴിച്ചു. പക്ഷെ ഈ കാഴ്ച ഒളിഞ്ഞു വന്ന മുത്തശ്ശൻ കണ്ടു. ദേഷ്യത്തോടെ തന്നെ മുത്തശ്ശൻ നവ്യയുടെ അടുത്തേക്ക് ഓടി വന്നിട്ട്, ഇത്രയും വലിയ കടുങ്കൈ സ്വന്തം അനിയത്തോട് കാണിക്കാൻ നിനക്ക് എങ്ങനെ തോന്നി നവ്യെ? ഇങ്ങനെ പറഞ്ഞ് മുത്തശ്ശൻ നവ്യയുടെ കാരണത്ത് ആഞ്ഞടിക്കുകയാണ്. കുറ്റബോധമില്ലാതെ നവ്യ പ്രതികരിക്കുന്നുണ്ട്. അവൾ സന്തോഷമായി ജീവിക്കുന്നത് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അവൾ വീഴണം, അവളുടെ കുഞ്ഞില്ലാതാവണം. അതിലെന്താണ് തെറ്റുള്ളത് മുത്തശ്ശാന്ന് ചോദിക്കുകയാണ്. അപ്പോഴാണ് നവ്യെ തകർത്ത് തരിപ്പണമാക്കുന്ന ആ സത്യം മുത്തശ്ശൻ വെളിപ്പെടുത്തുന്നത്. കേൾക്ക് നവ്യെ, നിന്റെ ജീവിതം രക്ഷിക്കാൻ വേണ്ടിയാണ് നയന സ്വന്തം ഭർത്താവിന്റെ മേൽ കുറ്റം ഏറ്റെടുത്തത്. നീ മരിക്കാതിരിക്കാൻ വേണ്ടിയാണ് അവൾ ഈ ത്യാഗം ചെയ്തതെല്ലാം. എന്നിട്ട് നീ അവളെ കൊല്ലാൻ നോക്കുന്നു. ചന്തമോളുടെ അച്ഛൻ ആദർശല്ല, നിന്റെ ഭർത്താവ് തന്നെയാണ്. അവനോട് ചോദിക്കുക. ആദ്യം നിന്റെ ഭർത്താവിനെ നീ മര്യാദ പഠിപ്പിക്കുക. അനഘ ആരാണെന്ന് അവൻ നിനക്ക് പറഞ്ഞു തരും. ഇതങ്ങോട്ട് കേൾക്കുന്നതും നവ്യ തകർന്നു പോകുന്നുണ്ട്. ഞാൻ ചെയ്യാൻ പാടില്ലാത്തതാണ് ഇപ്പോൾ ചെയ്തതെന്നും, മുത്തശ്ശൻ ഇപ്പോൾ കണ്ടില്ലായിരുന്നെങ്കിൽ ഞാൻ അവളെയും കുഞ്ഞിനെയും ആപത്തിലാക്കിയേനെ. എന്റെ കൈകൊണ്ട് ഞാൻ അവളെ കൊല്ലാൻ നോക്കിയല്ലോ ദൈവമേ. എല്ലാം ചെയ്തത് അഭിയായിരുന്നല്ലേ? എനിക്ക് വേണ്ടി ത്യാഗം ചെയ്തവളാണ് നയന. അവളെ ഞാൻ ഇനി കൂടുതൽ സ്നേഹിക്കും. എന്റെ ഭർത്താവിനെ സ്നേഹിച്ച് ഞാനൊരു വിഡ്ഢിയായി. എന്തായാലും അവനെ ഞാൻ വെറുതെ വിടില്ല. അവന് വേണ്ടി മരിക്കാൻ ഈ നവ്യ ഒരു വിഡ്ഢിയല്ല. ഇങ്ങനെ ഒരു തീരുമാനമെടുത്തുകൊണ്ട് പ്രതികാരദാഹിയായി മാറിയ നവ്യ അഭിയുടെ മുറിയിലേക്ക് പാഞ്ഞു ചെല്ലുകയാണ്.